അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, സാധാരണ കേൾക്കണ എനിക്കെത്തൊരു വിഷയമായിട്ട് ഇവിടെ ആറല്ല തൊട്ടെങ്കിൽ ടച്ചായെങ്കിൽ ഉദു പോകണ്ടില്ല. അതേപോലെ മാപ്പിളുടെ ബാപ്പരെ ടച്ചായെങ്കിൽ ഉദു പോകണ്ട, പെഞ്ഞായുടെ ഉമ്മയുടെ തൊട്ടെങ്കിൽ ഉദു പോകണ്ട, മാപ്പിളെ പെഞ്ഞായി പരസ്പരം ടച്ചായനെ കണ്ടെങ്കിൽ ഉദു പോകണ്ട. ഇത് സാധാരണ കേൾക്കണ എനിക്കെത്തൊരു വിഷയമായിട്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ഇവിടെ ഇണ്ട് നാ നിങ്ങൾ ഒട്ടിക്ക് ചൊല്ലത്. ഈ ഒരു വിഷയം ചൊല്ലുമ്പോൾ നമുക്കൊന്നുണ്ടോ, ഈ സാധാരണ തൊട്ടെങ്കിൽ ഉദു ാത്തെ ഉദു പോവാത്ത എനിക്ക് താൽമാരായിട്ടിക്കടെ അങ്ങനെ മങ്ങിലാവലും നിഷിദ്ധമായിട്ടിക്കടെ ഹറാമായിട്ടിക്കടെ ഞങ്ങൾക്ക് മഹറമായിട്ടായിട്ടിക്കടെ ചൊല്ലത്. ഈ മഹറം മൂന്ന് വിധത്തിൽ മൂന്ന് ടൈപ്പിലായിട്ടിക്കടെ ഉള്ളത്. ഒന്നാമത്തത് ചോര സംബന്ധത്തിലായിട്ടിക്കടെ, രണ്ടാമത്തത് മുലകുടി സംബന്ധത്തിൽ, മൂന്നാമത്തത് വൈവാഹികമായിട്ടുള്ള സംബന്ധത്തിൽ. അപ്പോൾ ഈ മൂന്ന് ടൈപ്പിലായിട്ടിക്കടെ ഈ ഒരു മഹറം ചൊല്ലത് വേണ്ടത് തൊട്ടെങ്കിൽ ഉദു മുറിയാത്ത ആൾമാറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു ചോര സംബന്ധത്തിൽ ആറല്ല ബണ്ടാട്ട് നിങ്ങൾ നോക്കുക. ഈ ഒരു വിഷയം ചൊല്ലുമ്പോത്തുകോ ഒന്ന് നിങ്ങളൊട്ടിಗೆ ചൊല്ലുകൊള്ളത് നാനൊരു ആൻ്റെ സൈഡിൽ നിന്നിട്ടായിട്ടിക്കടെ ഈ ഒരു വിഷയം ചൊല്ലത്. അപ്പോൾ പെണ്ണുങ്ങൾ എന്താക്കുക, അങ്ങനെ സൈഡിൽ നിന്നിട്ട് അർത്ഥാക്കുക. ഉദാഹരണം ചൊല്ലുമ്പോഴത്തോ ആൻ്റെ സംബന്ധിച്ച് കൊടുത്തോല അവിടെ ഉമ്മ ചൊല്ലുമ്പോഴത്തോ പെണ്ണായ അവൾ ബാപ്പാട്ട് അർത്ഥാക്കിയുണ്ടെങ്കിൽ അയത്ത്. അപ്പോൾ ആറിട്ട് നിങ്ങൾ നോക്കുക. ഒന്നാമത്തത് ഉമ്മ ആയിട്ടിക്കടെ, ഉമ്മ ചൊല്ലുമ്പോഴത്തോ അത് ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മ, ഇങ്ങനെ എല്ലാ ഉമ്മമാർ അങ്ങ് ബണ്ടാർ. അതേപോലെ ബാപ്പയുടെ ഉമ്മ, ബാപ്പയുടെ ഉമ്മയുടെ ഉമ്മ, ഇങ്ങനെ ആരെല്ലാം ഉമ്മമാറുള്ളാറ അങ്ങനെ ടച്ചായെങ്കിൽ അങ്ങനെ തൊട്ടേനെ കണ്ടെങ്കിൽ ഉദു മുറിയില്ല. രണ്ടാമത്തത് അവൻ്റെ സ്വന്തം പെൺമക്ക, ആ പെൺമക്കളെ ടച്ചായനെ കണ്ടെങ്കിൽ ഉദു പോകണ്ടില്ല. അല്ലെങ്കിൽ ആ പെൺമക്കളെ അല്ലെങ്കിൽ അവൻ്റെ ആൺമക്കളെ പെൺമക്കളെ ടച്ചായനെ കണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകണ്ട. ഇങ്ങനെ ആരെ ടച്ചായിട്ട് കണ്ടെങ്കിലും അവിടെ ഉദു മുറിയില്ല, ഉദു പോകണ്ടില്ല. മൂന്നാമത്തത് അവൻ്റെ പെങ്ങന്മാർ എലോലും മൂത്തോലും എന്നങ്ങ് ചൊല്ലല്ലേ. ഇതൊരു മൂന്ന് ടൈപ്പിലായിട്ട് ഇവിടെ. ഒന്നാമത്തത് അവൻ്റെ ഉമ്മോ ബാപ്പ ഉണ്ടായ കണിക്കത്തെ ആ ഒരു പെങ്ങന്മാർ, അതല്ലെങ്കിൽ അവൻ്റെ ബാപ്പക്ക് വേറെ പെഞ്ഞായുണ്ട്, അതിലും പെൺമക്ക ഉള്ള അതും പെങ്ങന്മാരായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഉമ്മ മുന്നൂറ് മങ്ങിലായിട്ട് വിട്ടു അതിലെ പെൺമക്ക ഉള്ള എന്നേനെ കണ്ടെങ്കിൽ അതും പെങ്ങന്മാരായിട്ട് കിടാറ്. അപ്പോൾ ആ പെങ്ങന്മാരെ ടച്ചായെങ്കിൽ അങ്ങനെ തൊട്ടേനെ കണ്ടെങ്കിൽ അവിടെ ഉദു മുറിയില്ല, അങ്ങനെ മങ്ങിലാവലും നിഷിദ്ധമായിട്ട് കിട. നാലാമത്തത് ബാപ്പയുടെ പെങ്ങന്മാർ, ഞങ്ങൾ സാധാരണ കുഞ്ഞിമ മാമിയിട്ടല്ല ചൊല്ലാർ, ബാപ്പയുടെ ഇലവലും മൂത്തോലും മാറി കിടാറല്ലേ, അങ്ങനെ ടച്ചായനെ കണ്ടെങ്കിൽ അവിടെ ഉദു മുറിയില്ല. ഈ പെങ്ങന്മാരും ചൊല്ലുമ്പോഴത്തേക്കും അവിടെ മൂന്ന് ടൈപ്പിലായിട്ട് ഇവിടെ വേണ്ടത്. ഒന്നിരിക്കലും നിങ്ങൾ ബാപ്പയുടെ ബാപ്പ എന്തായിട്ട് വേറൊരു മങ്ങിലായിട്ട് അതിൽ ആ ഒരു പെൺമക്ക ഇന്നേനെ കണ്ടെങ്കിൽ അതെങ്കിൽ ബാപ്പക്ക് പെങ്ങന്മാരായിട്ട് കിടാറ്, അല്ലെങ്കിൽ ബാപ്പയുടെ ഉമ്മ മുന്നൂറ് മങ്ങിലായിട്ട് അതിൽ പെൺമക്ക ഇന്നേനെ കണ്ടെങ്കിൽ അത് പെങ്ങന്മാരായിട്ട് കിടാറ്. അപ്പോൾ ഇതെല്ലാം അത് ബാപ്പയുടെ നിങ്ങൾ പെങ്ങന്മാരായിട്ട് കിടാറ്. അപ്പോൾ ഇലവൽ മൂത്തോൽമാരായിട്ട് കിടാറ്. അങ്ങനെ ടച്ചായിട്ട് കണ്ടെങ്കിൽ അവിടെ ഉദു മുറിയില്ല. അഞ്ചാമത്തത് ഉമ്മയുടെ പെങ്ങന്മാർ, സാധാരണ അമ്മായിന്ന് ചൊല്ലാങ്ങ ഉള്ളാറ്, മൂത്തമ്മ, എലാമ, ഇങ്ങനെയുള്ള സാധാരണ ചൊല്ലലുണ്ട്. അപ്പോൾ ഇങ്ങനെ ടച്ചായനെ കണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടേനെ കണ്ടെങ്കിലും അവിടെ എന്താവില്ല, ഉദു മുറിയില്ല. ഇങ്ങനെ മങ്ങിലാവലും നിഷിദ്ധമായിട്ട് ഇവിടെ ഹറാം. അത് മൂന്ന് ടൈപ്പിലായിട്ട് ഇവിടെ വേണ്ടേ. ഉമ്മ ഒത്തെ ബാപ്പ ഒത്തെ, ഉമ്മ ബാപ്പ ഒത്തെ, മൂന്ന് ടൈപ്പിലായിട്ട് ഇവിടെ അത് വേണ്ടത്. ഒന്നും കൂടി ഞാൻ വിശദീകരണ അകത്തിയല്ല, കാരണം മുന്നോൽ ചൊന്ന എനിക്ക് എത്ര വിഷയമായിട്ട് ഇവിടെ. ആറാമത്തത് അവൻ്റെ ബ്രദർമാരിക്കിടാർ, അല്ലെങ്കിൽ മൂത്തങ്ങമാരിക്കിടാർ, അങ്ങനെ പെൺമക്കളെ ടച്ചായനെ കണ്ടെങ്കിലും അവിടെ എന്താവില്ല, ഉദു മുറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ പെൺമക്ക, അതല്ലെങ്കിൽ അങ്ങനെ ആൺമക്കളെ പെൺമക്ക ഇങ്ങനെ ടച്ചായനെ കണ്ടെങ്കിലും അവിടെ എന്താവില്ല, ഉദു മുറിയില്ല. അങ്ങനെ മങ്ങിലാവലും ഹറാമായിട്ട് കിട. ഏഴാമത്തെ ഒരു വിഭാഗം ചൊല്ലത് അവൻ്റെ പെങ്ങന്മാരെ പെൺമക്ക, അല്ലെങ്കിൽ ആ പെൺമക്കളെ പെൺമക്ക, അല്ലെങ്കിൽ പെങ്ങന്മാരെ ആൺമക്കളെ പെൺമക്ക, ഇങ്ങനെ ആരെല്ലാം കണ്ടിന്യൂ ആയിട്ട് വേണ്ട. അപ്പോൾ അങ്ങനെ ടച്ചായിട്ട് കണ്ടെങ്കിലും എന്താവില്ല, ഉദു മുറിയില്ല. അങ്ങനെ മങ്ങിലാവലും ഹറാമായിട്ട് കിട. അതേപോലെ ഒരു വിഷയം ചൊല്ലുള്ളത് ഈ പെങ്ങന്മാരും ചൊല്ലുമ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സാധാരണമായിട്ടുള്ള എനിക്കത്തൊരു വിഷയമായിട്ട് കിട. എല്ലാം പെങ്ങന്മാരായിട്ട് കിടാർ, എല്ലാം കസിന്മാരായിട്ട് കിടാർ. ബാപ്പയുടെ പെങ്ങലെ മക്കങ്ങ, അല്ലെങ്കിൽ ബാപ്പയുടെ ഇലവൻ മൂത്തൻ്റെ മക്കങ്ങ, അല്ലെങ്കിൽ ഉമ്മയുടെ ഇലവങ്ങ മൂത്തങ്ങ പെങ്ങന്മാരെ ആ ഒരു പെൺമക്കാരെല്ലാം ഉള്ളാർ. ആണ്ട് കേട്ടി അന്നെൻ്റെ പെങ്ങൾ, അന്നെൻ്റെ കസിനായിട്ട് കിട. ഒട്ടിಗೆ പോകേണ്ടതും അങ്ങ് മാത്രം ഒരുമിച്ച് കൂടുന്നതും ഇതെല്ലാം പച്ച ഹറാമായിട്ട് കിട. ഇസ്ലാം ഹറാം. കാരണം അങ്ങനെ തൊട്ടെങ്കിൽ ഉദു മുറിയുടെ അങ്ങനെ മങ്ങിലാവുടേക്ക് തൊന്തരയില്ലാണ്ടായിരിക്കും പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അതുകൊണ്ട് അങ്ങ് മാത്രം കൂടൽ, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിಗೆ യാത്ര പോവല്. ചില ആളുകൾ ബൈക്കിലെല്ലാം പോകണ കേട്ടെങ്കിൽ എന്ത് കസിനെ ചൊല്ലുമ്പോഴത്തേക്കോ ചിലപ്പോൾ ഏതെങ്കിലും ദൂര സംബന്ധത്തില, അല്ലെങ്കിൽ ബാപ്പയുടെ പെങ്ങല് ആ പെൺമക്കം ചിലപ്പോൾ ആയിട്ടിക്കോ, അല്ലെങ്കിൽ ഉമ്മയുടെ പെങ്ങന്മാരെ പെൺമക്കമായിട്ടിക്കോ മയ്യോ. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പോവലെല്ലാം പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കി എനിക്കെത്തൊരു വിഷയമായിട്ട് ഈ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണോട്ട് ഈ ടൈമിൽ നാണ് നെനപ്പാക്കിക്കൊണ്ടില്ല. അതേപോലെ രണ്ടാമത്തത് മുലകുടി സംബന്ധത്തിൽ തൊട്ടെങ്കിൽ ഉദു മുറിയാത്ത ആൾമാർ ആറല്ല നിങ്ങൾ നോക്കുക. ഈ മുലകുടി സംബന്ധം ചൊന്നെങ്കിൽ എന്തിനായിട്ടിക്കടെ, എങ്ങനെ ആയിട്ടിക്കടെ, പല ആൾമാർക്കുള്ള എനിക്കത്തെ ഒരു ഡൗട്ടായിട്ടിക്കടെ ഒരു കാര്യം നിങ്ങൾ അർത്ഥാക്കുക. 2 വർഷം പൂർത്തിയാവാത്ത എനിക്കത്തെ ഒരു
കിടാവ് ഒലിമ്പോ വർഷം പൂർത്തിയായി, അതായത് സാധാരണ ഒരു പെണ്ണുಗೆ ಮೆನ್ಸಸ್ അവിടെ ആ ഒരു വയസ്സായിട്ട് ഇവിടെ ഒലിമ്പോ വയസ്സും ചൊല്ലുന്നത് ആ ഒരു ഒലിമ്പോ വയസ്സ് പൂർത്തിയായ മാത കണക്കിലാവും. ഒലിമ്പോ വയസ്സ് പൂർത്തിയായ കണിക്കത്തെ ഒരു പെണ്ണിടെ മുലപ്പാൽ 5 ബട്ട കുടിക്കണം. 1 2 5 ബട്ട ഒരു 2 വർഷം പൂർത്തിയാവാത്ത കിടാവ് കുടിച്ചിത്തേന് കണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് മുലകുടി സംബന്ധം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ആ വലിയ ആൾമാരല്ല ഈ ചിലപ്പോൾ ഇങ്ങനെ കുടിച്ചതിന് കണ്ടെങ്കിൽ അവിടെ എന്താവില്ല ഈ സംബന്ധം ഒന്നും ഉണ്ടാവില്ല. സാധാരണ കേൾക്കണ എനിക്കത്തെ ചില ആൾമാർ ഇങ്ങനത്തെ ഡൗട്ടെല്ലാം കേൾക്കണം. മാപ്പിള പെഞ്ഞായ ആയാലും പിന്നത്തെ പെഞ്ഞായുടെ ഈ ഓരോ ബ്രസ്റ്റിലെ പാലെല്ലാം കുടിക്കമാണ് കേൾക്കണേ ഡൗട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെ കുടിച്ചതിന് കണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംബന്ധമായി പോകണ്ടല്ല ചൊല്ലാറല്ലേ. അങ്ങനെയല്ല, 2 വർഷം പൂർത്തിയാവാത്ത എനിക്കത്തെ കിടാവ് 5 ബട്ട കുടിക്കൊണ്ടായിട്ടിക്കടെ കൂടെ അതിലെ നിയമ റൂൾസും ചൊല്ലത് കേന്ദ്രം ഉണ്ടാകുമോ മുലകുടി സംബന്ധം ഉണ്ടാകും. അങ്ങനെ സംബന്ധം ഉണ്ടായിട്ട് കണ്ടെങ്കിൽ അവിടെ തൊട്ടെങ്കിൽ ഉളുമുറിയാത്ത എനിക്കത്തെ ആൽമാർ ആറായിട്ടിക്കടെ അത് യഹ്റുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പോലെ യഹ്റുമു മിനൽ റളാഇ മാ യഹ്റുമു മിനൻ നസബി, ചോരബന്ധത്തിൽ എന്തെല്ലാം ആരെല്ലാം ഹറാമായിട്ടിക്കിടാറ് അങ്ങും ഈ ഒരു മുലകുടി ബന്ധത്തിലും ഹറാമായിട്ടിക്കിടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടി കണിക്കത്തെ ഹറാമം ചൊല്ലുമ്പോൾ മങ്ങിലാവൽ ഹറാമായി കണിക്കത്തെ ആൽമാറായിട്ട് 7 വിഭാഗമായിട്ട്. ഒന്നാമത്തേത് മുല കൊടുത്ത ആ പെണ്ണ്, രണ്ടാമത്തേത് ആ മുല കൊടുത്ത പെണ്ണിടെ ഉമ്മ, മൂന്നാമത്തേത് മുല കൊടുത്ത ആ ഒരു പെണ്ണിടെ മാപ്പിളുടെ ഉമ്മ, നാലാമത്തേത് ആ മുല കൊടുത്ത ആ പെണ്ണിടെ പെങ്ങന്മാർ ഇളവലും മൂത്തോലുമാർ, അഞ്ചാമത്തേത് ആ ഒരു മുല കൊടുത്ത കണിക്കത്തെ പെണ്ണിടെ മാപ്പിളുടെ ആറല്ല പെങ്ങന്മാർ ഇളവലും മൂത്തോലുമാർ ഉള്ളാർ. അങ്ങ് ആറാമത്തേത് ആ ഒരു മുല കൊടുത്ത പെണ്ണിടെ ആ മക്കങ്ങ പെൺമക്കങ്ങ അങ്ങ് ആറല്ല ഉള്ളാറ അങ്ങ് മഹറാമായിട്ട്. ഏഴാമത്തേത് ആ മുല കൊടുത്ത കണിക്കത്ത പെണ്ണിടെ ആൺമക്ക അങ്ങനെ പെൺമക്ക ഇക്കിടാർ, അല്ലെങ്കിൽ പെൺമക്കളെ പെൺമക്ക ഇക്കിടാർ. അപ്പോൾ ഇങ്ങനെല്ലാം എന്തായിട്ട് ഇക്കിടാറ് അങ്ങനെ തൊട്ടെങ്കിലും ഉദൂമരില്ല അങ്ങനെ മങ്ങിലാവലും ഹറാമായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമായി കണിക്കത്തൊരു വിഷയമായിട്ട് ഇവിടെ. മൂന്നാമത്തത് വൈവാഹികമായിട്ടുള്ള സംബന്ധത്തിൽ ഉദൂമുറിയാത്ത ആൾമാർ ആരെല്ലാം നിങ്ങൾ നോക്കുക. ഒന്നാമത്തത് പെഞ്ഞായുടെ ഉമ്മായിട്ട് ഇവിടെ സാധാരണ കേൾക്കണ എനിക്കത്തൊരു വിഷയമായിട്ട് ഇവിടെ പെഞ്ഞായുടെ ഉമ്മയുടെ തൊട്ടെങ്കിൽ ഉദൂമുണ്ട്. അതേസമയത്ത് പെണ്ണിങ്ങ മാപ്പിളുടെ ബാപ്പിടെ ടച്ചായതിനെ കണ്ടെങ്കിൽ ഉദൂമുറിയുടെ സാധാരണ കേൾക്കണ പറയുന്നത് ഒരു വിഷയമായിട്ട് ഇവിടെ. അപ്പോൾ ഉദൂമുറിയില്ല. പെഞ്ഞായുടെ ഉമ്മയുടെ ടച്ചായെങ്കിൽ അല്ലെങ്കിൽ ഒരു പെഞ്ഞായാവലോ മാപ്പിളുടെ ബാപ്പയുടെ ടച്ചായെങ്കിൽ ഉദൂമുറിയില്ല. ഈ പെഞ്ഞായുടെ ഉമ്മാൻ ചൊല്ലുമ്പോത്തുകോ അവിടെ പെഞ്ഞായുടെ ഉമ്മയുടെ ഉമ്മ വന്ന് ബാപ്പയുടെ ഉമ്മ വന്ന് അപ്പോൾ അങ്ങനെ ഉമ്മമാർ ആരല്ല ഉള്ളാറ അങ്ങനെ ടച്ചായതിന് കണ്ടെങ്കിൽ തൊട്ടേന് കണ്ടെങ്കിൽ ഉദൂമുറിയില്ല. രണ്ടാമത്തത് പെഞ്ഞായിക ഉല്ലഗണിക്കത്തെ പെൺമക്ക ഉദാഹരണം ഊണുമങ്ങിലവിടെ മുന്നോലോ ആ പെഞ്ഞായിക വേറെ പെൺമക്ക ഉള്ളാറ് ആ പെൺമക്കളെ ടച്ചായെങ്കിൽ ഉദൂ പോകണ്ടല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഊണ്ടയും മങ്ങിലായിട്ട് ആ പെഞ്ഞായുമായിട്ട് ലൈംഗികമായിട്ടുള്ള സമ്പർക്കം നടക്കണം. നടന്നാൽ പിന്നെ ആയിട്ട് ഈ പെഞ്ഞായിക്ക് വേറെ പെൺമക്ക ഇന്നേൻ്റെ കണ്ടെങ്കിൽ ആ പെൺമക്കളെ ടച്ചായെങ്കിൽ തൊട്ടെങ്കിൽ ഉദൂമുറിയില്ല. മൂന്നാമത്തത് മോൻ്റെ പെഞ്ഞായി അല്ലെങ്കിൽ മോൻ്റെ പെഞ്ഞായി അപ്പോൾ ഇങ്ങനെ ടച്ചായതിൻ്റെ കണ്ടെങ്കിലും എന്താവില്ല ഉദൂമുറിയില്ല. നാലാമത്തത് ബാപ്പയുടെ പെഞ്ഞായി അപ്പോൾ ബാപ്പയുടെ വേറെ പെഞ്ഞായി മാറുള്ള അങ്ങനെ ടച്ചായതിൻ്റെ കണ്ടെങ്കിൽ ഉദൂമുറിയില്ല. ഇത് വൈവാഹികമായിട്ടുള്ള സംബന്ധത്തിൽ ഉദൂമുറിയാത്ത എനിക്കത്തെ ആൾമാരെയായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങളിൽ ചൊന്നേണ്ട മാത്രം. അതേപോലെ വിവാഹ നിഷിദ്ധമായിട്ടുള്ള ഇനിയും ആൾമാറുള്ള ഇൻഷാ അല്ലാഹ് ഇന്നൊക്കെ വേണമെങ്കിൽ ഇന്നൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാം. അതേപോലെ കേൾക്കണ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇവിടെ പെഞ്ഞായുടെ ഉമ്മയുടെ തൊട്ടെങ്കിൽ ഉദൂ പോകണ്ടില്ല. പെഞ്ഞായുടെ തൊട്ടെങ്കിൽ എങ്ങനെയായിട്ട് ഇവിടെ ഉദൂ പോകണ്ടേ? മാപ്പിളുടെ ബാപ്പയുടെ ടച്ചായെങ്കിൽ ഉദൂ പോകണ്ടില്ല, മാപ്പിളുടെ ടച്ചായെങ്കിൽ ഉദൂ പോകണ്ടു. ഇതെന്തർത്ഥമായിട്ട് ഇവിടെ ഉള്ളേണ്ട ഇവിടെ ഒരു കാര്യം നിങ്ങൾ അർത്ഥാക്കണോ? പരിശുദ്ധമായ ഖുർആനിൽ ഔലാ മസ്തുമുൻ നിസ പെണ്ണുങ്ങളെ ടച്ചായത്തിന് കണ്ടെങ്കിൽ ഉദൂ പോകണ്ടുകൊണ്ട് ശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ വിഷയമായിട്ട് ഇവിടെ. ഇതിലെ വ്യാഖ്യാനമായിട്ട് ഒരു പെണ്ണിടെ തൊട്ടെങ്കിൽ ഉദൂ കാണുന്നെങ്കിൽ അവിടെ വികാരമുണ്ടാവുകയോ ലൈംഗികമായിട്ടുള്ള ആ ഒരു കാമം ഉണ്ടാവുക സാധ്യത ഉള്ളത് കൊണ്ടിട്ടായിരിക്കട്ടെ. അങ്ങനെ ഒരു പെണ്ണിടമായിട്ട് ലൈംഗികമായിട്ട് വികാരം പണ്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പറഞ്ഞായ ആരയിൽ നിന്നായിരിക്കട്ടെ ഒരു പെഞ്ഞാരെ ടച്ചാകുമ്പോത്തുകയായിരിക്കട്ടെ. അതുകൊണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ ഷാഫി മദ്ഹബിലും അതേപോലെ ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും എല്ലാം ഒരു പെഞ്ഞാരെ ടച്ചായിത്തന്നെ കണ്ടെങ്കിൽ ഉദൂ മുറിയുടെയും ചൊല്ലുകൊള്ള കാരണം. അതേ ടൈമിൽ നിങ്ങൾക്ക് ചില ആൾമാർ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ ഒരു 2 ഹദീസ് വെച്ചിട്ട് ചൊല്ലുന്നുണ്ട്. ഒന്ന് മഹാനായിട്ടുള്ള ഇമാം തുർമുദി ഉദ്ധരിക്കണ എനിക്കത്തെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉദൂ എടുത്ത് വന്നിട്ട് പെഞ്ഞായുടെ മുത്തിത്ത് എന്നിട്ട് അങ്ങനെമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിസ്കരിച്ചിരുന്നു സാധാരണ ചൊല്ലി എനിക്കത്തെ ഒരു വിഷയമായിട്ട്. പക്ഷേ ഈ ഒരു ഹദീസിനെ സംബന്ധിച്ചിട്ട് ഇമാമിങ്ങ മുഹദ്ദിസീങ്ങ പഠിപ്പാട്ടിയത് അതിലെ ആ ഒരു റാവിമാർ അത് ലൈഫായിട്ട് ദുർബലമായിട്ട് അതൊരു സ്വീകാര്യമല്ലാത്ത കണിക്കത്തെ ഒരു ഹദീസായിട്ട് ആ മുഹദ്ദിസീങ്ങ തങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ വിഷയമായിട്ട്. അതേപോലെ ഇനൊരു ഹദീസായിട്ട് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കോ ആയിഷ ഉമ്മയുടെ ആ ഒരു കാലിങ്ങനെ മുട്ട വന്നിട്ടാം ആ കാലിനെ വിത്തങ്ങ പിടിച്ചെത്തുകയും ചെന്നിട്ടോ സാധാരണ ചൊല്ലിക്കത്തൊരു ഹദീസായിട്ടിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിനെ സംബന്ധിച്ചിട്ട് മഹാന്മാരായിട്ടുള്ള ഇമാം നവവി അടക്കമുള്ള ഇടയ്ക്കത്തെ മഹാന്മാർ പഠിപ്പാടി തന്നത് അത് മറയോടുകൂടെ ഡയറക്റ്റ് സ്കിന്ന് ടച്ചായെങ്കിലല്ല ഞങ്ങൾ ചൊന്നത്. ഇത് ഡയറക്റ്റ് സ്കിന്ന് ടച്ചായിട്ടല്ല, മറയത്ത് തുണിയുടെ മേലായിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചത്. അതുകൊണ്ട് അവിടെ എന്താവില്ല ഉദൂം വരില്ല. സാധാരണ ഞങ്ങൾ ചൊല്ലതായിട്ടിക്കട്ടെ അല്ലേ, ഈ തുണ്ട് മരയുടെ മേലിൽ, അതേപോലെ പല്ല്, അതേപോലെ മുടി, ഉഗുറ് ഇതിൻ്റെ മേലെ ടച്ചായിട്ടുണ്ടെങ്കിൽ ഉദൂമുണ്ട്. പരസ്പരം ആ ഒരു സ്കിന്ന് അങ്ങനെ തോല് പരസ്പരം ടച്ചാകുമ്പോഴത്തേക്കായിട്ടിക്കട്ടെ ഉദൂമുറിയുടേത്. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയിക്കുന്നതിന് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നേരെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് എഴുതോ, അതുകൊല്ലേ മറുപടി നിങ്ങൾക്ക് തൻ്റെതായിട്ട് പഠിച്ചോണോ എല്ലാം കൃത്യമായിട്ട് പഠിക്കും. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയ ഇൽമു അള്ളാഹു നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴും ചൊല്ല പോലുമേ ഈ വർഷത്തെ നിങ്ങൾ ഉംറ ബാച്ച് തുടങ്ങരുത്. ഈ ജൂൺ 28 താരീഖായിട്ടിക്കട്ടെ ഇൻഷാ അല്ലാഹ് മക്ക മദീന ഉള്ള എല്ലാ ജാഗ വിളിച്ചു പോയിട്ട് കണ്ടിട്ടുള്ള ഒരു സിയാറത്ത് ഒരു യാത്രയായിട്ടിക്കട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ബണ്ടേനെ കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ആവുക. എല്ലാ തിങ്കളും നിങ്ങൾ ഉംറ ബാഗ് ചുണ്ട്. അള്ളാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.